പിന്നെ ഞാൻ അവരുടെ ആരുടെയും സ്വത്തും പണമൊന്നും മോഷ്ടിച്ചിട്ടുമില്ല, വേറെ ഒരു വൃത്തികേടും കാണിച്ചിട്ട് പോയതല്ല. എനിക്ക് മാറി നിൽക്കണമെന്ന് തോന്നി ഞാൻ മാറി നിന്നു, തിരിച്ചു വരണമെന്ന് തോന്നി തിരിച്ചു വന്നു. കാര്യം കഴിഞ്ഞില്ലേ? വാടാ നഗീഷേ, നമുക്ക് ഒരുമിച്ച് പോയിട്ട് വരാം. ഷേക്ക് കുടിച്ചിട്ട് വരാം. ആ ഉണ്ണാമ്പരി വാങ്ങിച്ചു തരാം. മര്യാദയ്ക്ക് വാടാ. നിങ്ങൾ ചേട്ടനാണോ? ഏതായാലും സുധീഷിന്റെ ജോത്സ്യന്മാരുടെ വിദ്യ ഫലിച്ചു. സുഭാഷ് ചേട്ടന്റെ മനസ്സിനിപ്പോ നല്ല ധൈര്യമുണ്ട്. അതാണ് ഈ സുധീഷ്. എന്താടാ മിണ്ടാ നടക്കുന്നേ? അല്ലെങ്കിൽ വായ വെറുതെ ഇരിക്കില്ലല്ലോ. ഒന്നുമില്ല, സുഭാഷ് ചേട്ടൻ ഞങ്ങളെ കിട്ടെറിഞ്ഞു പോയെന്നുള്ളത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് വിട്ടേക്കടാ. ഇനി ഞാനേ എവിടേക്കും പോകുന്നില്ല, പോരെ? ഇനി അങ്ങനെ സംഭവിച്ചാ തിരിച്ചു വരുമ്പോ ഞങ്ങൾ ആരും വീട്ടിലുണ്ടാവില്ല, അത്രേ ഉള്ളൂ. ഏയ് അങ്ങനെയൊന്നും പറയല്ലേ, പറഞ്ഞേക്കാം. കേൾക്കുമ്പോ വേദനിക്കുന്നുണ്ടല്ലേ? അപ്പൊ കാണാതെ ഇരുന്നപ്പോ ഞങ്ങളുടെ അവസ്ഥയോ അതൊന്ന് ആലോചിച്ച് നോക്കി. ആ ശരി, നീ അത് വിട്. നമുക്കേ ഒരു ചായ കുടിക്കാം. വാ. രാജേട്ടാ, 2 ചായ. 2 ബോണ്ടേ. ആരപ്പാ ഇത്? നിന്നെ കാണാനില്ലെന്നും പറഞ്ഞ് നിന്റെ അനിയന്മാര് തേരാപ്പാര പായുന്നുണ്ടായിരുന്നല്ലോ. അനിയന്മാരെ അറിയിക്കാതെ എന്തെങ്കിലും പണി ഒപ്പിക്കാൻ പോയതായിരിക്കും അല്ലടാ സുഭാഷേ? ഓ, ചേട്ടനൊരു ജോലിക്കാരത്തിന് പുറത്തു പോയതാ. എന്തൊക്കെ അറിയേണ്ടത്? ചായ എടുക്ക്. ചായ വേണ്ട, സുഭാഷ് ചേട്ടൻ വന്നേ. ദാ എടുത്തു. ആ ഒരു കാര്യം ചെയ്യ്, ഈ പുള്ളി കൊടുത്തരെ ഒരു ചായ കുടിച്ചോട്ടോ. വേട്ടാ, അവരറിഞ്ഞ കാര്യം നമ്മളോട് ചോദിച്ചെന്നല്ലേ ഉള്ളൂ. നീ അത് വിട്ടുകളാ. ആഹാ, നിന്നെ ഇന്നലെ മുതൽ കാണാനില്ലെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നല്ലോ അനിയന്മാര്. ആ, ഞാനൊരു സ്ഥലം വരെ പോയതാ. അതൊന്നും അല്ല, കത്തൊക്കെ എഴുതി വെച്ചിട്ട് പോയ കാര്യം ഞാൻ അറിഞ്ഞു. ആണ്. ചേട്ടൻ വന്നേ. പോയേ. ചെല്ല് ചെല്ല്. ഇതൊക്കെ എങ്ങനെ എല്ലാരും അറിയുന്നത് എനിക്ക് മനസ്സിലാവാത്തത്? നീ അതൊന്നും കാര്യാക്കണ്ട. സുഭാഷ് ചേട്ടാ, ഇതാ വെല്ലിച്ചൻ വരുന്നു. വല്യച്ഛനും അമ്മായി അന്വേഷിച്ചു വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. സുഭാഷ് ചേട്ടനായതുകൊണ്ടാണ് ഒരു പ്രത്യേകം പറഞ്ഞിരുന്നു. നേരിട്ട് കണ്ട ഒരു താങ്ക്സ് പറയാല്ലേ. ചേട്ടൻ വാ. വല്യച്ഛ, ഇതെന്തൊരു മനുഷ്യനാ? വീട്ടിൽ വന്ന് കാര്യങ്ങൾ അന്വേഷിച്ച ഒരാള് വഴി വെച്ച് കണ്ടപ്പോ അറിയാത്ത ആളെ പോലെയാണല്ലോ പോണത്. വല്യച്ഛ, നീ വാ. വല്യച്ഛ, വല്യച്ഛ. വല്യച്ഛനും അമ്മായും കാര്യം അറിഞ്ഞപ്പോ വീട്ടിലേക്ക് അന്വേഷണം അറിഞ്ഞു. വലിയ സന്തോഷം. വല്യച്ഛ, ഞാൻ പോയതിന്റെ കാരണം കത്ത് വായിച്ചിരുന്നു. ഓ, എല്ലാവരും എന്നെ അന്വേഷിക്കുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ ഇത്രയ്ക്കും ടെൻഷനാവുമെന്ന് വിചാരിച്ചില്ല. പോയതിൽ എനിക്കിപ്പോൾ ശരിക്കും സങ്കടമുണ്ട്. അതിനിടയിൽ നിങ്ങൾ രണ്ടുപേരും വീട്ടിലേക്ക് അന്വേഷിച്ച് വന്നെന്ന് കേട്ടതാണ് ഏറ്റവും ഹാപ്പിയായ കാര്യം. ഒരു പ്രശ്നം വന്നെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ അനിയന്മാരോടൊപ്പം നിൽക്കാൻ തോന്നിയല്ലോ. താങ്ക്സ് വല്യച്ഛ. വല്യച്ഛ, ഒരു കാര്യം ചോദിക്കട്ടെ? ജാതകപ്രകാരം പറഞ്ഞതൊക്കെ ശരിയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി സുധീഷ് 3-4 ജ്യോത്സ്യന്മാരെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞ ദോഷങ്ങളൊന്നും ഇല്ലെന്നാണ് 4 പേരും പറഞ്ഞത്. പക്ഷെ എല്ലാവരും ഒരുപോലെ ഒരു കാര്യം പറഞ്ഞു. എല്ലാവരും കൂടെ തറവാട്ടമ്പലത്തിലേക്ക് പോയി ഒരു വഴിപാട് കഴിക്കണമെന്ന്. ഞങ്ങളാരും ഇതുവരെ തറവാട്ടമ്പലത്തിലേക്ക് പോയിട്ടുമില്ല, അതെവിടെയാണെന്ന് അറിയൂല്ല. അച്ഛനോട് ചോദിച്ചപ്പോൾ ആളും കൈമലർത്തി. ആൾക്ക് പിന്നെ ഇതിലൊന്നും വലിയ കാര്യമില്ലെന്ന് അറിയല്ലോ. എവിടെയാണെന്നൊന്നും പറഞ്ഞു തരുമോ വല്യച്ഛ? നോക്ക്, നീ പോയെന്ന് കേട്ടപ്പോ ഞങ്ങൾ അന്വേഷിക്കാൻ വന്നു എന്നുള്ളത് ശരിയാ. അതിനർത്ഥം നിന്നോടുള്ള സ്നേഹം വഴിഞ്ഞൊഴുകിയിട്ടാണെന്ന് കരുതണ്ട. കുറച്ച് സ്പേസ് തന്നു എന്ന് കരുതി അങ്ങ് വന്ന് ഒട്ടാമെന്നാണെങ്കിൽ അത് മനസ്സിൽ നിന്ന് മാറ്റിക്കോ. തറവാട്ട് അമ്പലത്തിൽ വന്ന് പൂജയും വഴിപാടും നടത്തി തറവാടിന്റെ ഭാഗമായി മാറാമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. അകറ്റി നിർത്തിയതൊക്കെ അകന്നു തന്നെ നിന്നാ മതി, കേട്ടല്ലോ? ഇതെന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോയത്? വീട്ടിലേക്ക് വന്ന ആളെ പോലെ തോന്നുന്നില്ലല്ലോ. എനിക്ക് തോന്നുന്നതേ സുഭാഷ് ചേട്ടനെ കാണാതായെന്ന് കേട്ടപ്പോ സന്തോഷം കൊണ്ട് വന്നാണെന്നാ. പുറമേക്കത്തെ സങ്കടം അഭിനയിച്ചാൽ മതിയല്ലോ. സുഭാഷ് ചേട്ടൻ പോയാ ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കിവിടാൻ എളുപ്പമെന്ന് കരുതി കാണും. മനസ്സിലെ സ്നേഹം കൊണ്ടാണെന്ന് നമ്മളിവിടെ തെറ്റിദ്ധരിച്ചു. ഏയ്, സങ്കടമൊക്കെ തോന്നിക്കാണും. കൂടുതൽ അടുത്താ ആ വീടടക്കം നമുക്ക് വിട്ടു തരേണ്ടി വരും എന്നുള്ള പേടിയായിരിക്കും.
ഓ. കാശിന്റെ കാര്യം വരുമ്പോ ചില മനുഷ്യർക്ക് സ്നേഹവും ബന്ധവും ഒക്കെ ഒരു ബാധ്യതയായിട്ട് തോന്നും. തറവാട്ട് അമ്പലത്തിൽ നമ്മൾ പോകുന്ന ഈശ്വരൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള വഴിയും ദൈവം തന്നെ കാണിച്ചു തരും. നീ വാ. ദാ, സോറി, ഇങ്ങോട്ട്. വഴി മാറിപ്പോയി. घबराने की कोई बात नहीं, सब कुछ ठीक हो जाएगा। कुछ भी ठीक नहीं होगा भैया। वो आएगा और मुझे ले जाएगा। अब मुझे यहाँ रोक नहीं पाएंगे। എന്ത് പറ്റി അവനേച്ച്? എന്തിനാ ചാന്ദിനി കരയുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? भैया, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നില്ലേ, ഇവൾക്ക് അവിടെ ഒരു കല്യാണം ആലോചിച്ചിരുന്നു. അങ്കിളിന്റെ ഫ്രണ്ടിന്റെ മകൻ. ആ, ഇവൾക്കത് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോന്നത്. ആ. അവരിപ്പോ ഇവളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞ് ഇവളെ കൊണ്ടുപോകാൻ വരികയാണ്. मुझे नहीं जाना, मुझे बिल्कुल नहीं जाना। അല്ല, ചാന്ദിനിക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാ പോരെ? അതുകൊണ്ട് കാര്യമില്ല ഭയ്യ, തീരുമാനിക്കണം നമ്മളല്ല, അവരാ. അങ്കിളാണെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങിയിട്ടുണ്ട്. അവൻ എത്തി കുഴപ്പാ, രാഷ്ട്രീയവും ഗുണ്ടായുസോ ഒക്കെ ഉണ്ട്. ഓ, അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാ ഇവളിങ്ങോട്ട് പോകുന്നത്. അതറിഞ്ഞ് അവരിങ്ങോട്ട് വന്ന് കൊണ്ടുപോയിരിക്കുക. मैं नहीं जाऊंगी, ഞാൻ പോവില്ല. मुझे वो पसंद नहीं है। ഇങ്ങനെ കരയാതിരിക്കുക. നമുക്ക് എന്തായാലും ഒരു വഴി ഉണ്ടാക്കാം. അതെ, അവരോട് സംസാരിച്ചു നോക്കിയോ? അതുകൊണ്ടൊരു കാര്യമില്ല ഭയ്യ, അച്ഛനും അമ്മയ്ക്കും ആ ബന്ധം മതിയെന്നാണ്. അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവന്റെ കയ്യിൽ നല്ല കാശുണ്ട്, അത് പോരെന്നാ അവർ ചോദിക്കുന്നത്. അല്ല, അവർക്ക് നീ എവിടെയാ താമസിക്കുന്നത് അറിയോ? വീടറിയില്ല, പക്ഷേ നാട്ടിൽ നിന്ന് കുറെ പേര് ഇവിടെ ജോലി ചെയ്യുന്നില്ലേ, അവരാരെങ്കിലും പറഞ്ഞു കൊടുക്കും. അവര് വന്ന് ബലമായിട്ട് കൊണ്ടുപോവുകയും ചെയ്യും. कमीना है वो, पक्का गुंडा। उसके साथ रहने से तो बेहतर है कि मैं अपनी जान दे दूं। अगर मजबूर हो गई तो मैं यही कर बैठूंगी। ഐസ മത് ബോലനാ ചന്ദ്രി. എന്താ? അവന്റെ ഒപ്പം പോവേണ്ടി വന്ന ചത്തുകളായി വന്നാ പറയുന്നത്. അയ്യോ, തും മുझसे കൽ ഇതാണോ ബോൽ? അല്ല, അച്ഛനോടും അമ്മയോടും ഒന്നുകൂടെ സംസാരിച്ച് നോക്കൂടെ അവനാശേ? ഞാൻ പറഞ്ഞാലൊന്നും കാര്യമില്ല, അവര് കേക്കില്ല. അല്ല, കല്യാണം കഴിക്കേണ്ടത് ചാന്ദിനിയല്ലേ? അപ്പൊ അവളുടെ ഇഷ്ടമല്ലേ പ്രധാനം? അതൊക്കെ ഈ നാട്ടിൽ പറയാം, അവിടെ പറ്റില്ല ഭയ്യ. അവനാശേ, നീ നിന്റെ വീട്ടിൽ താമസിച്ചാലല്ലേ അവരിവിടെ കണ്ടുപിടിക്കുള്ളൂ. ഒരു കാര്യം ചെയ്യും, നീ നമ്മുടെ ഏതെങ്കിലും ഒരു സൈറ്റിൽ താമസിച്ചോ, എന്നിട്ട് ഇവളെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. അവിടെ നിന്ന് ആരും കൊണ്ടുപോകാനൊന്നും പോകുന്നില്ല. അവിടെ എങ്ങനെയാ ഭയ്യ? ആ, അതിനിപ്പോ എന്താ പ്രശ്നം അവനാശേ? വീട്ടിൽ നിധി ഉണ്ടല്ലോ, പിന്നെന്താ? ചാന്ദിനിക്ക് ഒന്നും വരാതെ ഞങ്ങൾ നോക്കിക്കോളാം. भैया प्लीज मुझे वहां मत भिजवाओ, मैं मर जाऊंगी। എന്റെ പൊന്ന് ചാന്ദിനി, ഒന്ന് സമാധാനിക്കേ. റോനാമത്ത്, നമുക്ക് വഴിയുണ്ടാക്കാം. मुझे वहां मत भिजवाओ, मैं मर जाऊंगी। എന്റെ പൊന്ന് ചാന്ദിനി, ഒന്ന് സമാധാനിക്കേ. റോനാമത്ത്, നമുക്ക് വഴിയുണ്ടാക്കാം. ദേ, ഞാൻ പറഞ്ഞാണ് നല്ലത് അവനാശേ. 2 ദിവസം നോക്കിയിട്ട് കാണാതാവുമ്പോ അവരങ്ങ് തിരിച്ചു പോയിക്കോളും. भैया प्लीज मैं वहां रह लूंगी, प्लीज। എന്നാ അങ്ങനെ ചെയ്യാല്ലേ? എന്റെ പൊന്ന അവനാശ, നീ ആലോചിക്കാൻ നിൽക്കാതെ വേഗം ഇവിടെയും കൂട്ടി എന്റെ വീട്ടിലേക്ക് ചെല്ല്. ഞാൻ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞോളാം. ശരി, ചെല്ല്. വാ. സുധീഷേട്ടാ, ഞാൻ വർക്ക്ഷോപ്പിക്ക് ഇറങ്ങണേ. ഏടത്തേക്ക് ഇന്ന് ജോലിയില്ലേ? ഓ, സാറ്റർഡേ അല്ലേ?
നീ ഒന്നും കഴിക്കുന്നില്ല ഹരീഷ്? എനിക്ക് വേണ്ട അടുത്തി. സുധി ചേട്ടൻ വരണ്ട? ഇല്ലടാ, ഇന്ന് സാറ്റർഡേ അല്ലേ. ഓഹോ. ഇതാരാ? ഇതാരാ? ആരടാ? ഏതോ വള്ളിയാവും. വള്ളിയാ? ബയ്യേ? വയ്യ, ആ ചാന്ദിനി വാ. നിധി, സുഭാഷ് ചേട്ടൻ വിളിച്ചിരുന്നോ? ഇല്ല, എന്തേ? വിളിക്കാന്ന് പറഞ്ഞിരുന്നു. 3-4 ദിവസം ചാന്ദിനിക്ക് ഇവിടെ നിൽക്കാനാ. ഇവിടെ അതിനെന്താ, വാ ചാന്ദിനി. വീട്ടിൽ ഇത്തിരി പ്രശ്നം. ഈ വീട്ടിലോ? അല്ല, നാട്ടില്. ആ, ഓ, നാട്ടില്. സുഭാഷ് ചേട്ടൻ പറയും. ഭാഷട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഹലോ. ആ, ഞാൻ നിന്നെ കുറെ നേരമായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. നീ ഇത് എവിടെ ആയിരുന്നു? അത് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. അവിനാശ് വന്ന അവിടെ? ആ, വന്നിട്ടുണ്ട്. കൂടെ മറ്റേ ചാന്ദിനിയുണ്ട്. ആ കുട്ടിയെ ഒരു 3-4 ദിവസം നമ്മുടെ വീട്ടിൽ നിൽക്കും. ആ, നിധിയിലെവിടെ? ആ, വാ. ഒന്ന് കൊടുത്തേ. ആ, കൊടുക്കാം. സുഭാഷ് ചേട്ടനാ? എന്താ ഹലോ. 3-4 ദിവസം ഇവിടെ കാണും? എന്തിനി? അല്ല, ഈ വീട്ടിലെ പ്രശ്നം എന്ന് പറയുമ്പോ അത് അവിടെ ഒരു പയ്യനുമായിട്ട് ഇവളുടെ കല്യാണം നിശ്ചയിച്ചിരിക്കുക. ഇവൾക്കത് ഇഷ്ടമല്ല. അതിൽ നിന്ന് രക്ഷപ്പെടാനാ ഇങ്ങോട്ട് വന്നത്. ഇപ്പൊ അവരിങ്ങോട്ട് വന്ന് ഇവളെ കൂട്ടിക്കൊണ്ടുവന്ന് വാശിയില്ല. അവര് വരുമ്പോ ഇവളവിടെ കണ്ട പ്രശ്നമാവും. അതാ. പ്രശ്നം. ശരി സുഭാഷ് ചേട്ടാ. അവനിത് പ്രശ്നക്കാരനാ. ഓ, എന്ത് പ്രശ്നക്കാരനായാലും എന്താ, ഇവിടെ വന്ന അവന്റെ ഒരു കളിയും നടക്കില്ല. ഞങ്ങൾ നോക്കിക്കോളാം. ചന്ദ്രി, യു ഡോണ്ട് വറി. മേരാ ടേക്ക് കെയർ, നെയ് ഹം ടേക്ക് കെയർ. സുഭാഷ് ചേട്ടൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. ചാന്ദിനി ഇവിടെ നിന്നോട്ടെ. 2-3 ദിവസത്തേക്ക് ഞാൻ ലീവ് എടുത്ത് കൂടെ നിന്നോളാം. വലിയ ഉപകാരം. എന്നാ വരട്ടെ. हाँ ठीक है. ഹൈ, വയ്യ വിട്ടോ, ഇതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. ചെല്ല്, പോ. ശരി, വരട്ടെ. അങ്ങനെ ഒരുപാട് കാര്യമായിട്ട് നോക്കാൻ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. വാ ചാന്ദിനി. ആവോ ആവോ, ജാവോ ജാവോ. അതെ, ഓവറാക്കി ചാളാക്കരുത് കേട്ടല്ലോ. ഓവറായ? ആ, ഇച്ചിരി പോട്ടെ. ആ, സുഭാഷ് ചേട്ടൻ അവളെ ഇവിടെ ആക്കാൻ പറഞ്ഞു. വയ്യ സന്തോഷത്തോടെ ഇവിടെ കൊണ്ടുവന്നാക്കുകയും ചെയ്തു. ഈടാ പോയാ. ഇതാണ് കറക്റ്റ് സമയം. ഇന്ന് സംസാരിക്കേ. ചെല്ലടാ, ചിന്ന സംസാരിക്കേ.
ഹോ. ഹലോ. ഹായ്. പേര്? ഗായത്രി. ഗായത്രി. ഞാൻ നികേഷ്. ഉം. ഏത് കോളേജിലാ? ഗവൺമെന്റ് ആർട്സ് കോളേജിൽ ബികോം സെക്കൻഡ് ഇയർ. ഓ, ഞാനും ബികോമാ, ഫൈനൽ ഇയർ. ആ, ഇവിടെ എവിടെയാ താമസം? ശാന്തിനഗറില് പുതിയ താമസക്കാരാ. ആ, വെറുതെ അല്ല, എനിക്കത് കണ്ടപ്പോഴേ തോന്നി ഈ ഭാഗത്തുനിന്ന് മുമ്പ് കണ്ടിട്ടില്ല. ഞങ്ങൾ വന്നിട്ട് 1 മാസം ആവുന്നേ ഉള്ളൂ. ഓ, ഞാനൊരു കാര്യം ചോദിച്ചാ തെറ്റായിട്ട് എടുക്കരുത്. ആദ്യം കണ്ടപ്പോഴേ തോന്നിയതാ, ഇയാളെ നോക്കി ചിരിക്കുന്ന പോലെ തോന്നി. ശരിക്കും എന്നെ തന്നെയാണോ നോക്കി ചിരിച്ചത്, അതോ എനിക്ക് തെറ്റായിട്ട് തോന്നിയതാണോ? അല്ല, ഇയാളെ തന്നെയാ. കണ്ടപ്പോ ഇയാള് നല്ല സ്മാർട്ടാന്ന് തോന്നി. മാജിക്കോ? ഇശ്ശി. ആരും കണ്ടില്ലല്ലോ അല്ലേ? ഛേ. ഹായ്. ഹായ്. അല്ല, എനിക്ക് എന്താ മോളെ, ബസ് വന്നില്ലേ? ഇല്ല ചിറ്റപ്പാ, വെയിറ്റ് ചെയ്യുവാ. എന്നാ കേറ്, ഞാൻ കോളേജ് വിടാം. വേണ്ട ചിറ്റപ്പാ, ഞാൻ പൊക്കോളാം, ബസ്സിൽ പോരും. ഞാൻ ആ വഴിക്കാന്നേ, കേറ്. ചിറ്റപ്പനും അയാളുടെ ഒരു വൃത്തിയോട്ട ബൈക്കും. വൈ അല്ല സുഭാഷ് ഏട്ടാ, ആ പെണ്ണ് എത്ര ദിവസം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന? ആര്? അവിനാശിന്റെ പെങ്ങളെ ചാന്ദിനിയോ? ആ, അവളിൽ നിന്ന് വന്നു. ആ, കുറച്ച് ദിവസം ഉണ്ടാവും. എടാ, അവക്കൊരു പ്രശ്നമുണ്ട്. പ്രശ്നോ? എന്ത്? അവളുടെ അങ്കിള് നാട്ടിലൊരുത്തനുമായിട്ട് കല്യാണം നിശ്ചയിച്ചു. ചാന്ദിനിക്ക് ആ വിവാഹം ഇഷ്ടമല്ല. ഓ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാ അവൾ അവിടെ നിന്ന് ഇങ്ങോട്ട് അവിനാശിന്റെ അടുത്തേക്ക് വന്നത്. ഓ, ഇപ്പൊ എങ്ങനെയെങ്കിലും അവളെ തിരിച്ചു കൊണ്ടുപോകണമെന്ന് പറഞ്ഞിരിക്കുക അങ്കിള്. അവിനാശ് വീട്ടിലില്ലാത്തപ്പോൾ അവർ വന്നാ ഉറപ്പായിട്ടും അവളെ ബലമായിട്ട് കൊണ്ടുപോകും. അതാ കുറച്ചു ദിവസത്തേക്ക് നമ്മുടെ വീട്ടിൽ നിന്നോട്ടെന്ന് ചോദിച്ചത്. ആ ചെറുക്കന് അത്രയ്ക്കും പ്രശ്ന? ആ, എല്ലാ വൃത്തികേടുകളും ഉള്ളവരുത്തൻ. പക്ഷേ നല്ല കാശുണ്ട്. അതാണ് ഈ അങ്കിളിന്റെ നോട്ടം.
ഇഷ്ടമില്ലാത്ത വിവാഹം കഴിച്ച് നിറയിക്കണ്ടല്ലോ, അതാ. അവര് വന്ന് അന്വേഷിച്ച് പോകുന്നവരെ ചാന്ദ്രൻ നമ്മുടെ വീട്ടിലുണ്ടാവും. സുഭാഷ് ഏട്ടൻ ആ കുട്ടിയോട് ഇച്ചിരി അടുപ്പം കൂടുതലായി തുടങ്ങിയോ എന്ന് തോന്നുന്നു. അതായത് ഈ പ്രേമം പോലെ എന്തോ ഒരു അവൾ എനിക്ക് അനിയത്തിയെ പോലെ. സ്കൂൾ അസംബ്ലിയിലെ എല്ലാ ഇന്ത്യക്കാരും സഹോദരി സഹോദരന്മാരാണെന്നുള്ള പ്ലെഡ്ജ് എടുത്തതുകൊണ്ട് ഈ ജീവിതകാലം മുഴുവൻ അത് ഫോളോ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല സുഭാഷ് ഏട്ടാ. ഈയടാ, കാണുന്ന എല്ലാ പെൺകുട്ടികളെയും അനിയത്തായിട്ട് എന്തിനാ കാണുന്നേ? ഇപ്പോ റോഡിലൂടെ ഒരു സുന്ദരിയായ പെൺകുട്ടി പോണെന്നങ്ങ് വിചാരിക്കേ, സുഭാഷ് അണ്ണൊന്നും നോക്കുപോലും ചെയ്യൂലേ? സാധാരണ നോക്കുന്ന പോലെ നോക്കും, അല്ലാതെ സൈറ്റ് അടിക്കലൊന്നും. നീ എന്തൊക്കെയാ പറയുന്നത്? ആ പെൺകുട്ടിയെ സുഭാഷ് ഏട്ടൻ അനിയത്തായിട്ടാണോ കാണുക? എന്താ സംശയം? ബെസ്റ്റ്. എന്നാ പിന്നെ ഈ ജന്മത്തെ നിങ്ങളെ കല്യാണം നടക്കാൻ പോകുന്നില്ല കേട്ടോ, ഉള്ള കാര്യം പറഞ്ഞേക്കാം. നിങ്ങൾ എന്തോന്നാ ചേട്ടാ ഇങ്ങനെ? നീ അതങ്ങ് വിട്ടേ. ഞാനിപ്പോ തറവാട്ടമ്പലത്തിൽ പോണതിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുക. പോണം, വഴിപാട് നടത്തണം എന്നൊക്കെ തീരുമാനിച്ചെങ്കിലും ഏത് അമ്പലമാണെന്ന് അറിയണ്ടേ? സുഭാഷ് ഏട്ടാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ ദൈവങ്ങൾക്കേ നമ്മുടെ അവസ്ഥ നമ്മളെക്കാളും മനസ്സിലാവൂലേ? എന്തേ? അല്ല, ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി വഴിപാട് ചെയ്തിട്ട് അത് ഞങ്ങളുടെ തറവാട്ട് അമ്പലത്തിലെ ദൈവത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നങ്ങ് പറഞ്ഞാ പോരേ? തറവാട്ടമ്പലം എവിടെയാണെന്ന് അന്വേഷിച്ച പൈതങ്ങളോട് പറയില്ല എന്ന് പറയാൻ നീ ആര്? നീ അവരുടെ സ്വന്തം കുടുംബ കോവിലിൽ നിന്ന് അവരെ അകറ്റി നിർത്താൻ നോക്കുന്നത് ശരിയാണോ? വ്യക്തമായ സ്ഥലവും വഴിയും നീ തന്നെ പറഞ്ഞു കൊടുത്തേക്കണം.